ചേട്ടാ എന്ത് ജോലി ചെയ്ത് ജീവിക്കാനും മടിയില്ല എന്നുള്ള കാര്യം ചേട്ടാ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ പലതവണ കണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആവർത്തിച്ച് വരുന്ന വിമർശനങ്ങൾ, ആവർത്തിച്ച് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത് കൂടിയാണ്. ചില സമയത്ത് ഒറ്റയ്ക്ക് കരയാറുണ്ട്. എന്ന് വെച്ചാൽ ഇതിലെത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതം കളഞ്ഞ് നമ്മുടെ അമ്മയും അപ്പനെയും പോലും നോക്കാൻ പറ്റാത്തത്, അവരെ പോലെ നോക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഈ പാമ്പേ അല്ലെങ്കിൽ വനം വകുപ്പ് എന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മൾ വനം വകുപ്പിൽ നിന്ന് തന്നെ എല്ലാവരും പറയുന്നില്ല കേട്ടോ. ചില ഒന്ന് രണ്ട് വ്യക്തികൾ അത് എന്തിൻ്റെ ബേസിലാണോ, ഇനി എൻ്റെ കളറിൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന തത്വങ്ങളുടെ ബേസിലാണോ, അത് ഇനി ഞാൻ വിശ്വസിക്കുന്ന ആരാധനയുടെ ബേസിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ടീം വർക്ക് നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ മാസം ഈ വനം വകുപ്പിൽ നടക്കുന്ന ക്ലാസ്സുകൾ സർക്കാർ സംവിധാനത്തിൽ സർക്കാർ നമ്മളെപ്പോലുള്ളവർ കരമടയ്ക്കുന്ന പൈസ എടുത്ത്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള അടയ്ക്കുന്ന പൈസ എടുത്ത് ശമ്പളം വാങ്ങിച്ച് തിന്നുന്ന ആൾക്കാർ വനം വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന ക്ലാസ്സുകളിൽ എൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്നെ വിമർശിച്ചുകൊണ്ട് എന്നെ മോശക്കാർ, പുതിയ തലമുറയിൽ വരുന്ന വനം വകുപ്പ് ജീവനക്കാരെ മൊത്തം എന്നെക്കുറിച്ച് മോശം പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സിലാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ മാസം നടന്ന ക്ലാസ് ഡേറ്റിൻ്റെ വാട്സപ്പിലൊക്കെ അറിയാം. നമ്മുടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ വണ്ടിപ്പെരിയാറിൽ നടന്നൊരു ക്ലാസ്സിൽ ഒരു 7 പേര് വളഞ്ഞിരുന്ന് മാറിയിരുന്ന് സംസാരിക്കുന്നവരെ ഈ ഇരുന്ന് സംസാരിച്ചത് കേട്ടുകൊണ്ട് ഒരാൾ അന്ന് രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഈ അവർ പറഞ്ഞൊരു കാര്യം, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം എന്നാണ് അവിടെ ചർച്ച ചെയ്തൊരു വിഷയം. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? അപ്പോൾ അവരുടെ ഐഡിയ ഒന്നും ഞാനില്ല. ഇവർ 5 വർഷങ്ങൾക്ക് മുന്നേ 5 വർഷത്തോളാവുന്നു വയനാടല്ല കോഴിക്കോട് കാസർഗോഡുള്ള സന്തോഷ് പാനീൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹം മറ്റൊരാളിനോട് പറഞ്ഞൊരു വോയിസ് എൻ്റെ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പന്തായം വയ്ക്കുന്നു, 5 ലക്ഷം രൂപ പന്തായം വയ്ക്കുന്നു, വാവാ സുരേഷ് ഇനി പാമ്പിനെ പിടിക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? ഇത് ആരുടെ പിൻബലത്തിലാണ്? ഇവർക്ക് എന്താണ് അത് പറയാനുള്ള അധികാരം? എന്താണ് ഇവർക്ക് പറയാനുള്ള അവകാശം? നിങ്ങൾക്കറിയാമോ, പല സ്ഥലത്തും അവർ പറഞ്ഞു, പല സ്ഥലത്തും ജനങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞു, ഇപ്പോൾ കേസുള്ള ഒരു പാമ്പിനെ പിടിക്കാൻ പാടില്ല. 5 കേസുള്ള ഒരാളാണ് ട്രിവാൻഡ്രത്ത് പാമ്പിനെ പിടിക്കുന്നത് വനം വകുപ്പിൽ. ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ എന്ത് അടിസ്ഥാനമാണിത്? കേസുള്ള പാവപ്പെട്ട പാമ്പ് ഞാൻ ചോദിക്കട്ടെ, പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരിൽ ഈ കൂലിപ്പണിക്കാരാണ് കൂടുതലുള്ളത്, ആശാരിപ്പണിക്കാരാണ് കൂടുതലുള്ളത്, മരം മുറിപ്പാൻ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ, റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളാണ് കൂടുതലുള്ളത്, പെയിൻറ്റിങ്ങിന് പോകുന്ന ആളാണ് കൂടുതലുള്ളത്, വാർക്കപ്പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പാമ്പിനെ ഒരു വീട്ടിൽ പിടിക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അയ്യോ പെട്ടെന്ന് ഒരു പാമ്പിനെ പിടിക്കാൻ പറ്റും. അവരവിടെ ചെല്ലുമ്പോൾ അവിടെ ചില പാറക്കണ്ണത്ത് അത് പൊളിച്ചൊക്കെ വരുമ്പോൾ ഉച്ച കഴിയും, അന്ന് അവന് പൈസ ഇല്ല. അപ്പോൾ ഈ പോകുന്ന വീട്ടുകാരിൽ നിന്ന് വണ്ടി കൂലി ഒന്നും വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ നിയമമാണ്? ഇതെന്താ അടിമ രാജ്യമാണ്, അടിമ ലോകമാണ്, അല്ലെങ്കിൽ അടിമയാണോ ഈ കേരളം? കേരളത്തിൽ മാത്രമേ ഇതുള്ളൂ, വേറെ ഒരിടത്തുമില്ല കേട്ടോ.